നമസ്കാരം. PMC മലയാളത്തിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ധ്യാനം അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ബ്രഹ്മർഷി പിതാമഹ പത്രിജിയുടെയും പിരമിഡ് ധ്യാനത്തിൻ്റെയും അത്ഭുതകരമായ ലോകത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. പിരമിഡ് സ്പിരിച്വൽ സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകനായ ബ്രഹ്മർഷി പിതാമഹ പത്രിജി ലോകത്തിന് നൽകിയ വലിയൊരു സമ്മാനമാണ് പിരമിഡ് ധ്യാനം. പ്രപഞ്ചോർജത്തെ ആവാഹിക്കാനുള്ള സവിശേഷമായ കഴിവ് പിരമിഡ് രൂപത്തിനുണ്ട്. ഇത് സാധാരണ ചെയ്യുന്നതിനേക്കാൾ 3 ഇരട്ടി കൂടുതൽ ഊർജം നമുക്ക് നൽകുന്നു. നിങ്ങൾ ഒരു പിരമിഡിനുള്ളിലോ അതിന് താഴെയോ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ആ ഘടന പ്രപഞ്ചശക്തിയെ സ്വീകരിക്കുകയും നിങ്ങളിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ധ്യാനത്തെ കൂടുതൽ ഫലപ്രദമാക്കുന്നു. പിരമിഡ് ധ്യാനം ചെയ്യുന്ന രീതി. പിരമിഡ് ധ്യാനം ശരിയായി ചെയ്യുന്നതിന് താഴെ പറയുന്ന അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരിയായ ഇരിപ്പ്. സുഖപ്രദമായ രീതിയിൽ സമാധാനമായി ഇരിക്കുക. ഉദാഹരണത്തിന് പദ്മാസനത്തിലോ അർദ്ധപദ്മാസനത്തിലോ ഇരിക്കാം. കൈകളുടെ സ്ഥാനം. വിരലുകൾ തമ്മിൽ കോർത്തുപിടിച്ച് മടിയിൽ വയ്ക്കുക. അത് ഊർജം ശരീരത്തിനുള്ളിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്നു. ശ്വാസം. ആനാപാനസതി. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും സാക്ഷിയായി നിരീക്ഷിക്കുക. മനോനില. ചിന്തകൾ വരുമ്പോൾ അവയിൽ മുഴുകാതെ ശ്രദ്ധ പതുക്കെ ശ്വാസത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരിക. മനസ്സ് ചിന്താശൂന്യമാകുന്ന അവസ്ഥ വരെ തുടരുക. ഊർജത്തിൻ്റെ ഗുണം. ഒരു പിരമിഡിന് താഴെ ഇരുന്ന് ധ്യാനിക്കുന്നത് സാധാരണ ധ്യാനത്തേക്കാൾ 3 ഇരട്ടി കൂടുതൽ ഊർജം പ്രദാനം ചെയ്യുന്നു. വീട്ടിൽ എങ്ങനെ പിരമിഡ് ധ്യാനം ചെയ്യാം? ഈ ശാസ്ത്രത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കാൻ വലിയ ഘടനകൾ തന്നെ വേണമെന്നില്ല. ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലും ഇത് ചെയ്യാം. പിരമിഡ് തൊപ്പികൾ ഉണ്ടാക്കണം. പ്ലാസ്റ്റിക്, ചെമ്പ് അല്ലെങ്കിൽ തടി എന്നിവ കൊണ്ട് നിർമ്മിച്ച ചെറിയ പിരമിഡ് തൊപ്പികൾ ധ്യാനിക്കുമ്പോൾ തലയിൽ ധരിക്കാം. ഇത് ഊർജത്തെ നേരിട്ട് ക്രൗൺ ചക്രയിലേക്ക് എത്തിക്കുകയും പെട്ടെന്ന് തന്നെ ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ചെറിയ പിരമിഡ് ഘടനകൾ. ഒരു ചെറിയ പിരമിഡ് മേശപ്പുറത്തോ ഉയർന്ന തട്ടിലോ വയ്ക്കുക. അതിന് കൃത്യം താഴെയിരുന്ന് ധ്യാനിക്കുക. കൂടുതൽ ഫലസിദ്ധിക്കായി ഒരു പിരമിഡിൻ്റെ ഒരു വശം കാന്തിക വടക്ക് ദിശയിലേക്ക് തിരിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. രോഗശാന്തിക്കായി ചെറിയ പിരമിഡുകൾ. ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങളിൽ എന്നുവെച്ചാൽ കണ്ണുകൾ, മുട്ടുകൾ, പുറംഭാഗം എന്നിവിടങ്ങളിൽ ചെറിയ പിരമിഡ് ബെൽറ്റുകളോ വെച്ച് ധ്യാനിക്കുന്നത് മുറിവുകളും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും വേഗത്തിൽ ഭേദമാകാൻ സഹായിക്കും. വീട്ടിലെ ധ്യാനം കൊണ്ടുള്ള ഗുണങ്ങൾ. സ്ഥിരമായ ധ്യാനം വിദ്യാർത്ഥികളിൽ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു. ഉറക്കമില്ലായ്മ, മൈഗ്രെയിൻ, മാനസിക സമ്മർദ്ദം എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നു. ജീവിതത്തിൽ എന്നും സമാധാനം നിലനിർത്താൻ ഇത് ഒരു ദിനചര്യയാക്കി മാറ്റണമെന്ന് പത്രിജി നമ്മെ പഠിപ്പിക്കുന്നു. ഈ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ധ്യാനത്തിലൂടെ സമാധാനപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.